അങ്ങനെ ഇരുന്നപ്പോൾ തോന്നില്ല വീട്ടിൽ പോയാലോ. വണ്ടിയൊക്കെ പെട്ടെന്ന് സ്റ്റേഷനിൽ സൈഡാക്കിയിട്ട് നമ്മൾ നേരെ വിട്ടു, ടിക്കറ്റ് എടുത്തു. വളരെ പെട്ടെന്ന് എടുത്ത തീരുമാനമായതുകൊണ്ട് ജനറലിലാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അതിനകത്താണെങ്കിൽ ബദർ യുദ്ധം നടക്കുന്ന തിരക്ക്. അങ്ങനെ ഇടിച്ച് എനിക്കും കിട്ടിയ ഒരു സീറ്റ്. ഈ ട്രിവാൻഡ്രംകാരെ ഒന്ന് സമ്മതിക്കണം, എന്തൊരു ചൂടാണ്, എനിക്ക് സഹിക്കാൻ പറ്റാനുള്ള. അങ്ങനെ അരമണിക്കൂറിന് വെന്തു വെണ്ണീറായതിനു ശേഷം ആ സന്തോഷ വാർത്ത വന്നു ഗായ്സ്. അപ്പ കിടന്നുറങ്ങി ഞാൻ പിന്നെ എനിക്ക് ഈ ചേട്ടൻ്റെ ബജ്ജി വട, പഴംപൊരി വട, സമൂസ വട ഇത് കേട്ടോണ്ടാണ് ഇതാണ് ഞാൻ കാത്തിരുന്നത്. ദ മോസ്റ്റ് എക്സൈറ്റിംഗ് വ്യൂ ഓഫ് ദിസ് യാത്ര. ഇത് എത്രയാണെങ്കിലും ഇവിടെ എത്തുമ്പോൾ ഞാൻ എണ്ണീറ്റിരിക്കും. ദ മോസ്റ്റ് എക്സൈറ്റിംഗ് മൺട്രോ തുരുത്ത്. അങ്ങനെ മൺട്രോ തുരുത്തൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഉറക്കം കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നാടെത്തും. അപ്പോൾ മൺട്രോ തുരുത്ത് ഇങ്ങനെ കണ്ട് ദേ നമ്മുടെ സ്ഥലമെത്തി. അതിവിസ്തൃതമായ ഈ പാത നടന്നങ്ങെത്തുമ്പോഴേക്കും അണ്ണൻ വരും. അണ്ണൻ ദേ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പട്ടികൾ എന്തിനാ ഇപ്പോൾ വന്നത്? അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. നേരെ ചെന്ന് കയറുന്നോടെ ഞാൻ ഈ സംഭവം ഒന്ന് നിരീക്ഷിക്കും. ഇപ്പം ഇതിലൊന്നും ഇല്ല. പിന്നെ കാത്തുപൂച്ചയുടെ സിമ്പിൾസ് ആണ് ഈ കാണുന്നതെല്ലാം. കുറച്ചു നേരം കാത്തുപൂച്ചയായിട്ട് സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ പോവാൻ പോകുന്നത് എൻ്റെ റൂമിലോട്ട്. ഈ കാത്തുപൂച്ചയോടൊക്കെ ഒന്ന് മറച്ചു വെച്ചിട്ടുണ്ടോ എന്ന് അറിയണ്ടേ? ഇല്ലില്ല, ഞാൻ പോയ പോലെ തന്നെ ഇരിപ്പുണ്ട്. ദേ എൻ്റെ മിറർ. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ വരെ ഞാൻ വന്ന് ഇച്ചിരി ചോറും മീൻകറിയും കഴിക്കാൻ വേണ്ടി അതും കഴിഞ്ഞ് കഴിച്ചായിരുന്നു ഉറങ്ങി.